പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് വൻതുക നികുതി വെട്ടിപ്പ് നടത്തിയെന്ന കേസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ക്രൈംബ്രാഞ്ച് കുറ്റവിമുക്തനാക്കുമെന്ന് റിപ്പോർട്ട്. സുരേഷ് ഗോപിക്കും ഫഹദ് ഫാസിലിനുമെതിരെ പോലീസ് കുറ്റപത്രം നൽകില്ല. 2017 രജിസ്റ്റർ ചെയ്ത കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയായി. 47 വണ്ടികളുടെ ഉടമകൾക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. മിക്കവർക്കും പോണ്ടിച്ചേരിയിൽ വിലാസമുണ്ടെന്നാണ് കണ്ടെത്തൽ. വ്യാജവിലാസം കാണിച്ചവർ പിഴയൊടുക്കി നിയമലംഘനം പരിഹരിച്ചുവെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് ഇനി കുറ്റപത്രം നൽകില്ല. എല്ലാ പ്രതികളെയും കേസിൽ നിന്ന് ഒഴിവാക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. വൈകാതെ ഇക്കാര്യം വ്യക്തമാക്കി മുന്നോട്ടുള്ള നിയമ നടപടികൾ ഉപേക്ഷിച്ചതായി കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് റിപ്പോർട്ട്. സുരേഷ് ഗോപിയെയും ഫഹദ് ഫാസിലിനെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരുന്നു. ഇതിന് പിന്നാലെ ഫഹദ് നികുതിയായി 19 ലക്ഷം രൂപ അടച്ചു. അമല പോളിനെതിരെയും നടപടിയുണ്ടാകില്ല. വാഹനം കേരളത്തിൽ എത്തിക്കാത്ത സാഹചര്യത്തിൽ അമല പോളിനെതിരായ കേസ് കേരളത്തിൽ നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണം അവസാനിപ്പിച്ചുള്ള റിപ്പോർട്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പിഴയടച്ചതിനാൽ ഫഹദ് ഫാസിലിനെയും ഒഴിവാക്കി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പോണ്ടിച്ചേരിയിൽ താമസക്കാരാണെന്ന് വ്യാജരേഖ ഉണ്ടാക്കിയാണ് സുരേഷ് ഗോപിയും അമല പോളും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത് എന്നായിരുന്നു ആരോപണം. വാഹന ഡീലർമാരും ഏജന്റുമാരും ഉൾപ്പെട്ടതാണ് തട്ടിപ്പെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. എന്നാൽ പിഴ അടച്ചതുകൊണ്ടാണ് ഫഹദിന് ആശ്വാസമെത്തുന്നത്. അതുകൊണ്ടുതന്നെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നൽകുന്ന പരസ്യ വിശദീകരണം ഈ കേസിൽ നിർണായകമാകും. തങ്ങളുടെ വാടക വീടിന്റെ വിലാസത്തിലാണ് കാറുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് സുരേഷ് ഗോപിയും അമല പോളും അറിയിച്ചിരുന്നെങ്കിലും വാടക ചീട്ട് ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. സുരേഷ് ഗോപിയുടെ 60,80,000 രൂപയുടെ കാറുകൾ 3,60,000 രൂപയ്ക്കും 16 ലക്ഷം രൂപയ്ക്കും നികുതി വെട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. പോണ്ടിച്ചേരിയിലെ LA പിള്ളൈ ചാവടിയിലെ കാർത്തിക അപ്പാർട്ട്മെന്റിൽ താൽക്കാലിക താമസക്കാരനാണെന്ന് കാണിച്ചാണ് വെട്ടിപ്പ് നടത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. സുരേഷ് ഗോപിക്കെതിരെ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, മോട്ടോർ വാഹന നിയമലംഘനം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. 70 ലക്ഷം വിലമതിക്കുന്ന ബെൻസ് E-ക്ലാസ് കാറാണ് ഫഹദിന്റേത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.